കാശ്മീരിലെ പഹൽഗാമിലെ ബൈസരനിലുണ്ടായ ഭീകരാക്രമണത്തെ തുടർന്ന് നിരന്തരമായി നമ്മൾ വാർത്തകളിൽ കേട്ടുകൊണ്ടിരിക്കുന്ന ഒന്നാണ് പാകിസ്ഥാനുമായുള്ള സിന്ധു നദീ ജലകരാർ ഇന്ത്യ പിൻവലിക്കാൻ ഒരുങ്ങുന്നു എന്ന്. അപ്പോൾ സിന്ധു നദി ജലകരാറിന്റെ പിന്നാമ്പുറങ്ങളിലേക്ക് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇതിനു മുന്നേയും പല ഭീകരാക്രമണങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിലും രാജ്യങ്ങൾ തമ്മിൽ യുദ്ധങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിലും അതിലൊന്നും സ്വീകരിക്കാതിരുന്ന നടപടിയായിരുന്നു ഇത്തവണ ഇന്ത്യ സ്വീകരിച്ചത്. പാകിസ്ഥാനുമായുള്ള സിന്ധു നദീജല കരാർ റദ്ദാക്കിയതോടുകൂടി പാകിസ്ഥാനോടുള്ള ശക്തമായ തിരിച്ചടി അറിയിക്കുകയായിരുന്നു ഇന്ത്യ ഗവൺമെന്റ്. ടിബറ്റിൽ ഉത്ഭവിച്ച് ഇന്ത്യയിലൂടെയും പാകിസ്ഥാനിലൂടെയും ഒഴുകി ചൈനയുടെയും അഫ്ഗാനിസ്ഥാന്റെയും ഒക്കെ പല പ്രദേശങ്ങളെയും തഴുകിക്കൊണ്ടൊഴുകുന്ന നദിയാണ് സിന്ധു നദി. എന്നാൽ സിന്ധു നദീതടത്തിലൂടെ ഒഴുകുന്ന മറ്റ് പ്രധാന നദികളുടെ ഉപയോഗം നിയന്ത്രിക്കുന്നതിനുമായി ബന്ധപ്പെട്ട് 1960-ൽ ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലൊരു ഉടമ്പടി ഒപ്പുവെച്ചു. അതായിരുന്നു സിന്ധു നദീജല ഉടമ്പടി. വിഭജനത്തിന് ശേഷമുണ്ടായ പല തർക്കങ്ങൾ മൂലം 1948-ൽ ഇന്ത്യ പാകിസ്ഥാനിലേക്കുള്ള ജലത്തിന്റെ ഒഴുക്ക് താൽക്കാലികമായി നിർത്തിവെച്ചു. എന്നാൽ ഈ നിർത്തിവെക്കലിനെതിരെ പാകിസ്ഥാൻ ഐക്യരാഷ്ട്രസഭയിൽ പരാതി അറിയിക്കുകയും അതിനെ തുടർന്ന് ലോകബാങ്കും മറ്റും ഇടപെട്ട് മധ്യസ്ഥതയിൽ നിന്നുകൊണ്ടാണ് അന്നത്തെ ഇന്ത്യൻ പ്രധാനമന്ത്രിയായിരുന്ന ജവഹർലാൽ നെഹ്റുവും പാകിസ്ഥാൻ പ്രസിഡന്റ് അയൂബ് ഖാൻ എന്നിവർ ചേർന്നാണ് ഈ കരാർ ഒപ്പുവെച്ചത്. 64 വർഷങ്ങൾക്ക് മുന്നേ, ശരിക്കു പറഞ്ഞാൽ 1960-ൽ ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള ബന്ധം നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാനുള്ള വലിയൊരു വഴിയായിരുന്നു സിന്ധു നദീജല കരാർ. എന്നാൽ അതിനുശേഷവും പാകിസ്ഥാൻ ഇന്ത്യയെ പലതവണ ആക്രമിച്ചെങ്കിലും അവരുടെ കാർഷിക മേഖലയെ പോലും താങ്ങി നിർത്തുന്ന ആ കരാറിൽ നിന്ന് ഇന്ത്യ പിന്നോട്ട് നീങ്ങിയിട്ടില്ലായിരുന്നു. എന്നാൽ ഇപ്പോഴിതാ കാശ്മീരിലെ പഹൽഗാമിൽ ഇന്ത്യക്കാർക്ക് നേരെയുണ്ടായ ഭീകരാക്രമണത്തിൽ ഒരു സർജിക്കൽ സ്ട്രൈക്ക് നടത്തിയിരിക്കുകയാണ് ഇന്ത്യ. ഇത് പാകിസ്ഥാന്റെ സാമൂഹികാവസ്ഥയെ മോശമായി തന്നെ ബാധിക്കുമെന്നത് തീർച്ച. അതോടൊപ്പം തന്നെ ഇന്ത്യ മുന്നോട്ട് വെക്കുന്ന പല പദ്ധതികളെക്കുറിച്ചും പാകിസ്ഥാനോട് വ്യക്തമാക്കേണ്ടതിന്റെ ആവശ്യകതയും വരുന്നില്ല. എന്നാൽ ഇതിന്റെ മറ്റൊരു ഭാഗം നോക്കിക്കഴിഞ്ഞാൽ കരാർ റദ്ദാക്കുന്നതോടുകൂടി ഇന്ത്യക്ക് പാകിസ്ഥാനിലേക്ക് ഒഴുകുന്ന വെള്ളത്തിന്റെ ഒഴുക്ക് പൂർണ്ണമായി ഒറ്റയടിക്ക് തടയാൻ സാധിക്കില്ല. അതിനൊക്കെയുള്ള സംവിധാനങ്ങൾ ഒരുക്കാൻ ഇനിയും സമയം ആവശ്യമാണ്. എന്നാൽ ഈ കാരണം കൊണ്ട് ഇന്ത്യക്കെതിരായി കോടതിയെ സമീപിക്കാൻ പാകിസ്ഥാന് സാധിക്കില്ല എന്നൊരു വസ്തുത കൂടെ ഇതിന്റെ പുറകിലുണ്ട്. ഇത്തരം പോരുകൾ നടന്നുകൊണ്ടിരിക്കുമ്പോൾ തന്നെയാണ് ഷിംല കരാറിൽ നിന്നും പാകിസ്ഥാൻ പിന്മാറുന്നു എന്ന വാർത്തയുമായി രംഗത്തെത്തുന്നത്. ഇത് മറ്റൊരു യുദ്ധത്തിലേക്ക് നയിക്കുമോ എന്നും ആലോചിക്കേണ്ടിയിരിക്കുന്നു. 1971-ലെ ഇന്ത്യ പാക് യുദ്ധത്തിന് ശേഷം അന്നത്തെ ഇന്ത്യൻ പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധിയും സുൽഫിക്കർ ഭൂട്ടോയും 1972-ലാണ് ഷിംല കരാറിൽ ഒപ്പുവെക്കുന്നത്. ഹിമാചൽ പ്രദേശിലെ ഷിംലയിൽ വെച്ച് ഒപ്പുവെച്ച ഈ കരാറിന്റെ പ്രധാന ലക്ഷ്യം എന്തെന്ന് വെച്ചാൽ യുദ്ധത്തിന് ശേഷം സമാധാന അന്തരീക്ഷം ഉണ്ടാക്കുക എന്നത് തന്നെയായിരുന്നു. അതോടൊപ്പം പിടിച്ചെടുത്ത പാക് പ്രദേശങ്ങൾ ഇന്ത്യ തിരികെ നൽകുകയും ചെയ്തു. ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള നിയന്ത്രണ രേഖ അംഗീകരിക്കുകയും ബംഗ്ലാദേശിന് സ്വാതന്ത്ര്യം നേടിക്കൊടുക്കാനും കാരണമായതും ഇതേ കരാർ തന്നെ. ആക്രമണങ്ങൾക്ക് പകരം ഉഭയകക്ഷി ചർച്ചകളിലൂടെ മാത്രമേ കാര്യങ്ങൾ നടത്തൂ എന്നായിരുന്നു ഈ കരാറിലൂടെ പറഞ്ഞു വെച്ചത്. ഇതിനു മുന്നേ പല ആക്രമണങ്ങളും നേരിട്ടിട്ടും ഇന്ത്യ ഉപയോഗിക്കാതിരുന്ന രീതിയാണ് ഈ ഒരു നയതന്ത്ര യുദ്ധത്തിലൂടെ മുന്നോട്ട് വെച്ചത്. ഇന്ത്യയിലെ പാകിസ്ഥാൻ പൗരന്മാർ 48 മണിക്കൂറിനുള്ളിൽ ഇന്ത്യ വിടണമെന്നത് കഴിഞ്ഞ ദിവസം അറിയിച്ചിരുന്നു. ദിവസവും ആയിരക്കണക്കിന് വിനോദസഞ്ചാരികൾ എത്തുന്ന കാശ്മീരിലെ ബൈസരൻ താഴ്വര ഇപ്പോൾ ശോകമൂകമാണ്. നിലച്ചിരിക്കാത്ത നേരത്ത് ഇന്ത്യക്കാർക്ക് നേരെ നടത്തിയ ഈ ഭീകരാക്രമണത്തിൽ ഇന്ത്യ ശക്തമായി തന്നെ തിരിച്ചടിക്കുമെന്നത് തീർച്ചയാണ്.